ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഫിനിക്സ് എക്സലൻസ് ഇൻ സ്റ്റഡീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതിനു മുമ്പ് 2 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ +1 സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആയ ടേബിൾ 2.1 ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആർഹെഷ് വിറ്റേക്കേഴ്സ് ക്ലാസിഫിക്കേഷനും കിങ്ഡം ഫംഗയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും നോക്കി. ഇന്ന് നമ്മൾ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കായ വൈറസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വൈറസസ്. സോ വൈറസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. കോമൺ കോൾഡ്, ഫ്ലൂ, ഇതൊക്കെ വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഈ വൈറസിന് ഒരു ഡെഫിനറ്റ് ആയ സെൽ സ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ട്രൂലി ലിവിങ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് വൈറസിനെ നമ്മുടെ ആർഹെഷ് വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പോൾ ഇവർക്ക് സെൽ സ്ട്രക്ചർ ഇല്ല, അതുകൊണ്ട് തന്നെ ഇവരെ ട്രൂലി ലിവിങ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെ ആർഹെഷ് വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കി. ഓക്കെ, ദ വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസം. അവർ നോൺ സെല്ലുലാർ ആണ്. ദേ are characterized by having an inert crystalline structure outside the living cell. അവർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അവരുടെ സെല്ലിന് പുറത്ത് ഒരു ഇനേർട്ടായിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാണും. ഓക്കെ, സോ വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിങ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ. ഓക്കെ അല്ലേ? ഒരിക്കലും ഒരു സെല്ലിന് വൈറസ് ഇൻഫെക്റ്റ് ചെയ്താൽ അത് പിന്നെ അവിടെ കിടന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത് ആ ഹോസ്റ്റ് സെല്ലിനെ കൊല്ലും. Okay, once they infect a cell, they take over the machinery of the host cell to replicate themselves, killing the host. Clear അല്ലേ? നെക്സ്റ്റ്, ദ നെയിം വൈറസ്, അതായത് വിനോം ഓർ പോയ്സണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ പാസ്റ്റർ. വൈറസസ്, അതായത് വിനോം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ് എന്ന നെയിം സജസ്റ്റ് ചെയ്തത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലൂയിസ് പാസ്റ്ററാണ്. ഓക്കെ, അടുത്തത് 1892 അതായത് 1892 DJ ഇവാൻസ്കി അല്ലെങ്കിൽ ഡിമിട്രി ഇവാൻസ്കി എന്ന സയൻറ്റിസ്റ്റ് ടൊബാക്കോയിൽ മൊസൈക് ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോബ്സിനെ തിരിച്ചറിഞ്ഞു. സോ DJ ഇവാൻസ്കി ഇൻ 1892 recognized certain microbes that cause mosaic disease of tobacco. They were smaller than bacteria because they pass through bacteria-proof filters. ഈ ടൊബാക്കോ മൊസൈക് ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോബ്സ് ബാക്ടീരിയയെക്കാളും ചെറുതാണ്, കാരണം അവർ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് വഴി കടന്നുപോകും. സോ ദ നെയിം വൈറസസ് വിനോം ഓർ പോയ്സണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ Pasteur. DJ Ivansky in 1892 recognized certain microbes that cause mosaic disease of tobacco. They were smaller than bacteria because they passed through the bacteria-proof filters. Okay, set അല്ലേ? So next, M.W. Beijering 1898 demonstrated that the extract of the infected plants of tobacco could cause the infection on healthy plants and called the fluid as Contagium vivum fluidium or infectious living fluid. Okay, 1898 M.W. ബീഷറിംഗ് എന്ന സയൻറ്റിസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ്സ് ഹെൽത്തി പ്ലാന്റ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആ ഫ്ലൂയിഡിനെ കൊണ്ടാഷ്യം വിവ്യം ഫ്ലൂയിഡിയം അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന് വിളിച്ചു. ഓക്കെ, അതുപോലെ തന്നെ 1935 WM സ്റ്റാൻലി ഈ വൈറസസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റുമെന്നും ഓരോ ക്രിസ്റ്റൽസും ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്യുമെന്നൊക്കെ തെളിയിച്ചു. ഓക്കെ, അപ്പോൾ WM സ്റ്റാൻലി in 1835 showed that viruses should be crystallized and the crystals consist largely of proteins. Okay, അപ്പോൾ വൈറസിൽ ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടെന്ന് WM സ്റ്റാൻലി 1935 പറഞ്ഞു, അതായത് 1935 പറഞ്ഞു. In addition to this protein, viruses also contain the genetic material that could be either RNA or DNA. ഈ പ്രോട്ടീൻസിന് പുറമെ വൈറസിലെ ജനറ്റിക് മെറ്റീരിയലായ RNAയോ DNA ഒക്കെ കാണും. ഓക്കെ, RNAയോ DNAയോ കാണും. പക്ഷേ ഒരു വൈറസിലും RNAയും DNAയും ഒന്നിച്ച് കാണില്ല. ബട്ട് നോ വൈറസസ് കണ്ടെയ്ൻ ബോത്ത് RNA ആൻഡ് DNA. ഒരു വൈറസിലും RNAയും DNAയും ഒന്നിച്ച് കാണില്ല. ഓക്കെ,
ദ വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. അതായത് ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോ പ്രോട്ടീനാണ്, അതുപോലെ തന്നെ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇൻഫെക്ഷ്യസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, യൂഷ്വലി പ്ലാന്റ് വൈറസസ് ആസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വൈറസിൽ യൂഷ്വലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആണ് കാണാറുള്ളത്. എന്നാൽ ബാക്ടീരിയ ഫേസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഉള്ളത്. പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വൈറസിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണുള്ളത്, എന്നാൽ ബാക്ടീരിയ ഫേസസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണുള്ളത്. ഓക്കെ, അതേസമയം അനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്ന വൈറസിലാണെങ്കിലോ ഒന്നുകിൽ സിംഗിൾ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡോ ആയ RNA കാണും, അതും അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA കാണും. ഓക്കെ, ഒന്നും കൂടെ പറയാം. യൂഷ്വലി പ്ലാന്റ് വൈറസസ് ഹാവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, ബാക്ടീരിയോഫേജസ് ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA, animal viruses have single or double standard RNA or double standard DNA. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. പറയുന്നത് ഈ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ കാപ്സിഡ് എന്നാണ് വിളിക്കുന്നത്. അത് ക്യാപ്സോമിയേഴ്സ് എന്ന ചെറിയ ചെറിയ സബ് യൂണിറ്റ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഇവ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ പ്രോട്ടീൻ കോട്ട് ഓഫ് വൈറസ് ഈസ് കോൾഡ് ക്യാപ്സിഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ സബ് യൂണിറ്റ്സ് കോൾഡ് ക്യാപ്സോമിയേഴ്സ് വിച്ച് പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അടുത്ത് ഈ ക്യാപ്സോമിയേഴ്സിനെ ഹെലിക്കലോ പോളിഹെഡ്രലോ ആയ ജോമെട്രിക് ഫോംസിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. These capsomeres are arranged in helical or polyhedral geometric forms. Okay. ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കുക. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫിഗർ അതാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് TMV. അതിലെഴുതിയിട്ടുണ്ട് ടൊബാക്കോ മൊസൈക്ക് വൈറസ് TMV. അതിൽ 2 കമ്പോണൻസ് ആണുള്ളത്, RNAയും ക്യാപ്സിഡും മാർക്ക് ചെയ്യാനും കൂടെ നോക്കി വയ്ക്കണം. ഓക്കെ, അടുത്ത് കിടക്കുന്നതാണ് ബാക്ടീരിയോഫേജ്. ഇതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണുള്ളത്. നമ്മൾ പറഞ്ഞു ബാക്ടീരിയോഫേജിൽ എന്താണുള്ളത്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണുള്ളത്. അതിൽ 3 പാർട്സ് ഉണ്ട്, ഹെഡ്, കോളർ, ഷീത്ത്. ഓക്കെ, അത് നോട്ട് ചെയ്തല്ലോ. അപ്പോൾ ഫിഗർ മറക്കരുത്. ഫസ്റ്റത്തേത് TMV അല്ലെങ്കിൽ ടൊബാക്കോ മൊസൈക്ക് വൈറസ്, രണ്ടാമത്തേത് ബാക്ടീരിയോഫേജ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വൈറസ് കോസ് ചെയ്യുന്ന ചില ഡിസീസസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്. ഞാൻ പറയാം. മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പസ്, ഇൻഫ്ലുവൻസ, ഇതൊക്കെ വൈറസ് കോസ് ചെയ്യുന്ന ചില ഡിസീസസ് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻസിൽ എയ്ഡ്സ്, അത് വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. സോ വൈറസ് കോസ് ഡിസീസസ് ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പസ് ആൻഡ് ഇൻഫ്ലുവൻസ. എയ്ഡ്സ് ഇൻ ഹ്യൂമൻസ് ഇസ് ഓൾസോ കോസ്ഡ് ബൈ എ വൈറസ്. ഓക്കെ, അടുത്ത് പ്ലാന്റ്സിൽ വൈറൽ ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് നമ്മൾ പറയുന്നത്. പ്ലാന്റ്സിൽ വൈറൽ ഡിസീസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സിംറ്റംസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, മൊസൈക്ക് ഫോർമേഷൻ, അതായത് ചില ലൈറ്റ് ഓർ ഡാർക്ക് ഗ്രീൻ പാച്ചസ് ലീവ്സിലൊക്കെ കാണും, അതാണ് മൊസൈക്ക് ഫോർമേഷൻ. അത് വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സെക്കൻഡ്, ലീഫ് റോളിംഗ് ഓർ കർലിംഗ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ ഇലകളൊക്കെ ചുരുണ്ടിരിക്കില്ലേ, അതാണ് ലീഫ് റോളിംഗ് ആൻഡ് കർലിംഗ്. പിന്നെ യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ലീവ്സിൽ മഞ്ഞ നിറമൊക്കെ അടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ വൈറസ് കാരണമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡാർഫിങ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതായത് പൊക്കമില്ലാതെ വളർച്ച മുരടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതെല്ലാം വൈറൽ ഡിസീസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്ലാന്റ്സിലെ വൈറൽ ഡിസീസിൻ്റെ സിംറ്റംസ്? മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കർലിംഗ്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ഡ്വാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഒന്നും കൂടെ പറയാം. മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കർലിംഗ്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ഡ്വാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നേരത്തെ നമ്മൾ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണാൻ മറക്കരുത്. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.